എന്നെ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ അനുകരിച്ചിരിക്കുന്നത് ശ്രീ നസീറാണ്. കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും എന്നെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനതൊക്കെ നസീറിനോട് ചോദിച്ചു, എടാ നീ ഇത്രയും പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ എനിക്ക് അതിന് ഇച്ചിരി കാശെങ്കിലും എനിക്ക് തരുന്നു. ആ കറുകച്ചാല് കോട്ടയം ഭാഗങ്ങളിൽ സ്ഥലം ബാക്കിയില്ലല്ലോ, നീ മുഴുവൻ വാങ്ങിച്ചില്ലേ, അതിനൊരു പേഴ്സൻറ്റേജ് എനിക്കിതാ. അപ്പോഴാണ് അവൻ പറഞ്ഞത്, എന്തിനാ ചേട്ടാ കാശ്, ഞാൻ ചെയ്യുന്ന ഓരോ സ്ഥലത്തും ചേട്ടനല്ലേ നിൽക്കുന്നത്. സത്യമാണ്. നസീറിനെ പറ്റി പറയുമ്പോൾ ആരെ അവതരിപ്പിച്ചാലും സിനിമാ നടന്മാരാകട്ടെ രാഷ്ട്രീയക്കാരാകട്ടെ ആരാകട്ടെ, നസീറിൽ കൂടി വരുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. അതാണ് നസീറിൻ്റെ വിജയം. അതാണ് നസീറിനെ മറ്റുള്ള മിമിക്രിക്കാരിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ഇതൊരു ദൈവാനുഗ്രഹമാണ്. കാരണം എന്താ പറയുക, ഓർമ്മ വെച്ച നാൾ മുതൽ ഇവരുടെയൊക്കെ സിനിമകൾ കണ്ട് അവരെ ആരാധിച്ച് നടന്ന ആളാണ് ഞാൻ. അവരൊക്കെ ഇന്നിപ്പോൾ നമ്മളെക്കുറിച്ച് നല്ല നല്ല വാക്കുകൾ പറയാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി, ചേട്ടൻ്റെ വൈഫ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും എന്നെക്കൊണ്ട് നസീർ സാറിൻ്റെ ശബ്ദം അന്ന് എടുപ്പിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു ഷോയിൽ റോങ് നമ്പർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ ജനാർജേട്ടൻ്റെ ശബ്ദത്തിൽ ഞാൻ ചേച്ചിയെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ ഇൻകം ടാക്സുകാർ ചിലപ്പോൾ വന്ന് കയറി ധരിക്കും, നീ അവിടെയുള്ള കണക്കുകളൊന്നും എടുത്ത് കൊടുത്തേക്കരുത്. ഇല്ല ഏട്ടാ, ഞാൻ കൊടുക്കില്ല. കൊടുക്കരുത്. അവന്മാർ പല വേഷത്തിലും പല അഭ്യാസവും കാണിക്കും, ചിലപ്പോൾ ഫോൺ വിളിച്ചൊന്നൊക്കെ ഇരിക്കും. അവന്മാർ പല കണക്കുകളും ചോദിച്ചാൽ ഒന്നും പറഞ്ഞേക്കില്ല. ഇല്ല, ഞാൻ പറയില്ലെന്ന്, എന്നെ വിശ്വസിക്കേ. പിന്നെ നീ ഇപ്പൊ ആരോടായി സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ പൊളിച്ചു. കൊടുത്തില്ലായിരുന്നെങ്കിൽ പ്രതിസന്ധി ഇല്ലില്ല, അത് അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവരെന്നായിട്ട് ഇയാൾക്ക് വട്ടായെന്ന് വേണമെങ്കിൽ ചോദിച്ചത് അതൊക്കെ ഉണ്ട്.